ഹലോ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ഇൻ ദി അരിത്തമെറ്റിക് സീക്വൻസ് 4, 7, 10, etc. the squares of all terms are also terms of the sequence. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ടല്ലേ. എഴുതിക്കേ 4, 7, 10, etc. ക്വസ്റ്റ്യൻ എന്താടാ? ഈ 4ൻ്റെ സ്ക്വയർ എടുത്തേ. 4ൻ്റെ സ്ക്വയർ 16. 7ൻ്റെ സ്ക്വയർ എടുത്തേ 49. 10ൻ്റെ സ്ക്വയർ എടുത്തേ 100. ഇവന്മാർ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ നമുക്ക് തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ ടേമുകളാണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? 4ൻ്റെ സ്ക്വയർ 16, 7ൻ്റെ സ്ക്വയർ 49, 10ൻ്റെ സ്ക്വയർ 100. എങ്ങനെയാണ് സ്ക്വയർ എടുക്കേണ്ടതെന്നൊക്കെ അറിയാമല്ലോ. 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × 4 = 16 ആണ്. അതുപോലെ 7ൻ്റെ സ്ക്വയർ എടുത്താൽ 7 × 7 = 49. അങ്ങനെ ഇവന്മാരൊക്കെ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസ് ഇതല്ലേ, 4, 7, 10, etc. അതിൻ്റെ ആൾജിബ്രായിക് ഫോം, ബീജഗണിത രൂപം കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിയടാ, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം അല്ലേ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. d = ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. കോമൺ ഡിഫറൻസ് സെക്കൻഡ് ടേം 7 മൈനസ് ഫസ്റ്റ് ടേം 4 = 3. കോമൺ ഡിഫറൻസ് 3. ആൾജിബ്രായിക് ഫോം കണ്ടുപിടിച്ച് xn = dn 3n പ്ലസ് f മൈനസ് d. f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 4 മൈനസ് d എന്താ, കോമൺ ഡിഫറൻസ് 3 ആണ്. അപ്പോൾ നമ്മുടെ ആൾജിബ്രായിക് ഫോം എന്താ പറയുക? xn = 3n + 1. ആൾജിബ്രായിക് ഫോം കിട്ടി 3n + 1. ഇനി ഓരോ ടേമുകളാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടേം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്നിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നോക്കിയടാ, 3n + 1 = നമുക്ക് ആദ്യം 16 എടുക്കാം. 16 ഈ അരിത്തമെറ്റിക് സീക്വൻസിലുണ്ടോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 3n + 1 = 16 എന്നും പറഞ്ഞെടുക്കണം. ഇവിടെ നോക്കിയടാ, അപ്പോൾ നമുക്ക് 3n = 16 - 1 എന്ന് കിട്ടത്തില്ലേ. ഈ +1 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -1 ആകും. അപ്പോൾ നമുക്ക് 3nൻ്റെ വാല്യൂ 15 എന്ന് കിട്ടും. 3nൻ്റെ വാല്യൂ 15 എന്ന് കിട്ടും. എന്നിൻ്റെ വാല്യൂ എന്ത് വരടാ? എന്നിൻ്റെ വാല്യൂ 15 / 3 = 5. നോക്കിയേ, എന്നിൻ്റെ വാല്യൂ നമുക്ക് 5 എന്ന് കിട്ടി. 5 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ നമുക്ക് പറയാം 16 എന്താടാ? 16 ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേമാണ്. എത്രാമത്തെ ടേമാണെന്ന് വരെ നമുക്ക് കിട്ടി. എന്നിൻ്റെ വാല്യൂ 5. അപ്പോൾ നമുക്ക് പറയാം x5 ഫിഫ്ത്ത് ടേം, അഞ്ചാമത്തെ പദമാണ് 16, 16. അപ്പോൾ 16 ഈ അരിത്തമെറ്റിക് സീക്വൻസിലുണ്ടെന്ന് കിട്ടി. ഇനി നമുക്ക് 49 ഉണ്ടോയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നോക്കിയോ, 3n + 1 = 49. 3n = 49 - 1 = 48. 3nൻ്റെ വാല്യൂ 48. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ത് വരും? 48 / 3 = എന്ത് കിട്ടും? 48 / 3 എന്ന് പറഞ്ഞാൽ 16, 16 ആണ്. നോക്കിയേ, എന്നിൻ്റെ വാല്യൂ 16 എന്ന് കിട്ടി. 16 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. അപ്പം നമുക്ക് പറയാം, നാച്ചുറൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം 49 എന്താടാ? ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടേമാണ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിലുണ്ട് നമ്മുടെ 49. എത്രാമത്തെ ടേമാണെന്ന് കിട്ടി? എന്നിൻ്റെ വാല്യൂ 16. അപ്പം നമുക്ക് പറയാം x16 16th ടേമാണ്. 16ാമത്തെ ടേമാണ് 49. അപ്പോൾ 49ഉം ഈ അരിത്തമെറ്റിക് സീക്വൻസിലുണ്ട്. 16ഉം ഉണ്ട്, 49ഉം ഉണ്ട്. 4ൻ്റെ സ്ക്വയറായ 16ഉം ഉണ്ട്, 7ൻ്റെ സ്ക്വയറായ 49ഉം നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിലുണ്ട്. ഇനി 10ൻ്റെ സ്ക്വയറായ 100 ഉണ്ടാകുന്ന നോക്കാം. അതിന് വേണ്ടിയിട്ട് 3n + 1 = 100 ഇങ്ങനെ എടുക്കണം. ആൾജിബ്രായിക് ഫോം = 100 എന്നും പറഞ്ഞ് എടുക്കണം.
അപ്പോൾ നമുക്ക് 3n വാല്യൂ കണ്ടുപിടിക്കാം. 3n ഈക്വൽ ടു 100 മൈനസ് 1 ഈക്വൽ ടു 99. 3n വാല്യൂ 99, n വാല്യൂ എന്ത് വരുവാടാ 99 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 33 എന്ന് കിട്ടും. നോക്കിയേ 33 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്, പോയിൻ്റ് ഒന്നും ഇല്ലാത്തൊരു നമ്പറാണ്. അപ്പം നമുക്ക് പറയാം 100 എന്താണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിലുണ്ട്, 100 ഈ അരിത്തമെറ്റിക് സീക്വൻസിലുണ്ട്. എത്രാമത്തെ ടേം ആടാ x33, 33ാമത്തെ പദമാണ് 100. അപ്പോൾ 100 ഈ അരിത്തമെറ്റിക് സീക്വൻസിലുണ്ട്. നോക്കിയേ 4ൻ്റെ സ്ക്വയറായ 16 ഉണ്ട്, 7ൻ്റെ സ്ക്വയറായ 49 ഉണ്ട്, 10ൻ്റെ സ്ക്വയറായ 100 ഈ അരിത്തമെറ്റിക് സീക്വൻസിലുണ്ട്. അപ്പം നമുക്ക് പറയാം 4, 7, 10 ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ എല്ലാ ടേമുകളുടെയും സ്ക്വയർ നമ്മുടെ ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ തന്നെ ഉണ്ട്, ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ തന്നെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ അതും കൂടി എഴുതിയാൽ നമ്മുടെ ആൻസറായി. therefore എന്നും പറഞ്ഞ് എഴുതണം. therefore the squares of all terms are also terms of the sequence. ഇങ്ങനെയും കൂടി എഴുതിയാൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ്ലി ആയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 5, 8, 11, etc. does not contain any perfect square. ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയറും ഇല്ലെന്നാണ് നമുക്ക് നോക്കാനുള്ളത്, ഇല്ലെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. എടാ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാടാ? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ നമ്പറുകളുടെ സ്ക്വയർ, അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. സാധാ നമ്പറുകളുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താടാ 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ എക്സെട്ര. ഇതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. മലയാളത്തിൽ പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് പറയും. 1ൻ്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, അങ്ങനെ പോകും. ഇവന്മാർ 1, 4, 9, 16 അങ്ങനെ പോകുന്ന ആൾക്കാർ ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഇല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാം. ഇവിടെ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് ഇവിടെ തന്നിരിക്കുന്നു. നോക്കിയേ 5, 8, 11, എക്സെട്ര. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം ആൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ടേം ഇവിടെ 5 ആണ്. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? സെക്കൻഡ് ടേം 8 മൈനസ് ഫസ്റ്റ് ടേം 5 ഈക്വൽ ടു 3. കോമൺ ഡിഫറൻസ് 3 എന്ന് കിട്ടി, ഫസ്റ്റ് ടേം 5 ആണ്. ഇനി നമുക്ക് ആൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കാം. xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. xn ഈക്വൽ ടു dn 3n പ്ലസ് 5 മൈനസ് 3. xn ഈക്വൽ ടു 3n പ്ലസ് 2. അപ്പോൾ നമ്മുടെ ആൾജിബ്രൈക് ഫോം കിട്ടി 3n പ്ലസ് 2. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? എന്നിൻ്റെ വാല്യൂ നാച്ചുറൽ നമ്പർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നാച്ചുറൽ നമ്പർ കിട്ടിയ ഇവന്മാർ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേമാണ്. ഇനി നാച്ചുറൽ നമ്പർ കിട്ടിയില്ല, ഡെസിമൽ നമ്പേഴ്സാണ് കിട്ടുന്നതെങ്കിൽ, പോയിൻ്റ് വരുന്ന നമ്പറാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം ഇവന്മാർ ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഇല്ല, ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഇവന്മാർ കാണത്തില്ല. എടാ അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ ആൾ നോക്കിയേ 1. 1നെ നമുക്ക് ചെക്ക് ചെയ്യാം. അതിനായിട്ട് എന്ത് ചെയ്യണം? 3n പ്ലസ് 2 ഈക്വൽ ടു 1 എന്ന് എടുക്കണം. 3nൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 1 മൈനസ് 2. 1 മൈനസ് 2 എന്ത് വരും? -1. 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇവിടെ 3nൻ്റെ വാല്യൂ -1. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ത് വരും? -1 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. നോക്കിയേ -1 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്ക് പോയിൻ്റ് വരുന്ന ഒരു നമ്പറാണ് കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിലും പൊസിഷൻ എന്താണ്? നാച്ചുറൽ നമ്പർ ആയിരിക്കണം. ഇവിടെ നോക്കിയാൽ മൈനസ് സൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ? ഇത് നാച്ചുറൽ നമ്പർ അല്ല. അപ്പം നമുക്ക് പറയാം therefore 1 എന്താടാ? 1 ഈ അരിത്തമെറ്റിക് സീക്വൻസിലില്ല. 1 does not contain ഇൻ ദിസ് AP എന്ന് എഴുതാം. ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ 1 ഇല്ല. ഓക്കെ, 1 ഈ അരിത്തമെറ്റിക് സീക്വൻസിലില്ല. കാരണം എന്നിൻ്റെ വാല്യൂ നമുക്ക് -1/3 എന്നാണ് കിട്ടിയത്, നാച്ചുറൽ നമ്പർ അല്ല.
അടുത്ത നമുക്ക് 4 ഉണ്ടാകുന്ന നോക്കാം. അതിന് വേണ്ടിയിട്ട് 3n + 2 = 4 എന്നെടുക്കാം. 3nൻ്റെ വാല്യൂ എന്ത് വരും? 4 - 2 = 2. എന്നിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 2/3 എന്ന് കിട്ടും. 2/3 എന്താടാ? നാച്ചുറൽ നമ്പർ അല്ല. 2/3 ചെയ്താൽ നമുക്ക് പോയിന്റ് വരുന്ന നമ്പർ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ എന്താടാ? അപ്പോൾ നമുക്ക് പറയാം 4 എന്താടാ? 4ഉം ഈ അരിത്മെറ്റിക് സീക്വൻസിലില്ല. അടുത്ത 9 നോക്കാം. 3n + 2 = 9. 3nൻ്റെ വാല്യൂ എന്ത് വരും? 9 - 2 = 7. എന്നിൻ്റെ വാല്യൂ 7/3 എന്ന് കിട്ടും. 7/3 ചെയ്താലും ഡെസിമൽ നമ്പറാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എന്താടാ? 9ഉം ഈ അരിത്മെറ്റിക് സീക്വൻസിലില്ല. ഇനി 16 കൂടെ നോക്കിയേക്കാം. 3n + 2 = 16. 3n = 16 - 2 = 14. എന്നിൻ്റെ വാല്യൂ എന്ത് വരുടാ? 3nൻ്റെ വാല്യൂ 14. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 14/3. 14/3 ചെയ്താലും നമുക്ക് പോയിന്റ് വരുന്ന ഒരു നമ്പർ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. സിമ്പിളി ഇവിടെ നോക്കിയടാ. 1 ഈ അരിത്മെറ്റിക് സീക്വൻസിലില്ല. 1 ഈ അരിത്മെറ്റിക് സീക്വൻസിലില്ല. 4 ഈ അരിത്മെറ്റിക് സീക്വൻസിലില്ല. 9 ഇല്ല. 16 ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് പോകുന്ന എല്ലാ പെർഫെക്റ്റ് സ്ക്വയേഴ്സും ഈ അരിത്മെറ്റിക് സീക്വൻസിൽ കാണത്തില്ല. ആദ്യത്തെ 4 പേരുണ്ടാകുന്ന നോക്കുക. ആദ്യത്തെ 4 പേര് ഇവിടെ ഇല്ല. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന ആരും എന്താ? നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസിൽ കാണത്തില്ല. അപ്പോൾ നമുക്ക് പറയാം therefore this arithmetic sequence does not contain any perfect square. ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയേഴ്സും ഇല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ സംസ് അല്ലേ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലും സമ്മിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പഠിച്ച് ഇനിയാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ, സമ്മിൻ്റെ മെയിൻ ഇക്വേഷനും കൂടി നമുക്ക് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനിയുള്ളത്. ഇനി നമുക്ക് ഈ ഒരൊറ്റ ടോപ്പിക്കും കൂടെയുള്ള ഈ ചാപ്റ്ററിൽ. അത് കഴിയുമ്പോൾ നമ്മുടെ ചാപ്റ്റർ തീരും. ചെറിയൊരു ചാപ്റ്ററാണ്. അടുത്ത സം അതിനെക്കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം. ഓക്കെ.